അത് പിൻവലിക്കും അദ്ദേഹം. മെമ്പറല്ലേ, അത് പിന്നത്തെ കാര്യമല്ലേ. അല്ല, ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിന്റെ ഒരു അംഗം എന്ന നിലയിൽ, ഇത് കൂടാതെ ഞങ്ങളുടെയൊക്കെ സുഹൃത്തും വഴികാട്ടിയൊക്കെ ആയി നിന്ന അദ്ദേഹത്തിനും അറിയാം, അതായത് ഈ പറഞ്ഞ ആന്നി പെരുമ്പാവൂരിനും അറിയാം, അദ്ദേഹത്തിന് മാനഹാനി പറ്റൊക്കെ എന്ത് കാരണം പറഞ്ഞാലും ഞങ്ങൾക്ക് ചർച്ചയ്ക്ക് വിജയമല്ല. ഞങ്ങളതിനെ ആൻസർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം അത് കാരണം അങ്ങനെയുള്ളൊരു കുറിപ്പ് പിൻവലിച്ച് ഇവിടെ സമർപ്പിക്കേണ്ടത്. അതിന് ഒരാഴ്ച സമയം കൊടുത്ത് ഇവിടുന്ന് ലെറ്റർ പോലും ഒരു മെമ്പർ എന്ന നിലയിൽ നമുക്കത് ചെയ്യണം, ചെയ്തേ പറ്റൂ. അപ്പം അതിൻ്റെ മറുപടി വരട്ടെ. അപ്പോൾ ഒരാഴ്ച കൂടി തന്നെ ഞങ്ങളുടെ ഈ സൂചനാ സമരത്തിന്റെ ഡേറ്റും ഗവൺമെന്റിനെതിരായിട്ട് നടക്കുന്ന ഡേറ്റും അതിന്റെ മെമ്മോറാണ്ടങ്ങളും ഒക്കെ പബ്ലിഷ് ചെയ്യും. അപ്പം അതിന് എന്ത് കാരണങ്ങൾ പറഞ്ഞാലും നിവൃത്തിയൊന്നുമില്ല. നിങ്ങൾ ചോദിക്കുന്ന അതിന് കാരണം പറഞ്ഞിരുന്നു, എന്ത് കാരണം പറഞ്ഞു, എന്ത് വികാരം കൊണ്ടു, ഇതൊന്നും അല്ല ഇവിടെ കാര്യം. അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല അതിന് പ്രതിവിധി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആരും അറിയപ്പെടാത്ത ആളല്ല. ചേംബറിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നും ആരും അറിയപ്പെടാത്ത ആൾക്കാരല്ല. മിസ്റ്റർ വിജയകുമാർ ഉണ്ട് ഇവിടെ, അദ്ദേഹം ആരും അറിയപ്പെടുന്നത്. അങ്ങനെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് പറയാൻ മടിയാണെങ്കിൽ ഇവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാം. ആ കോണ്ടാക്ട് ചെയ്തിട്ട് വളരെ മോശമായി പോയി എന്ന് പറയാം. അല്ലാതെ എന്ത് കാരണം പറഞ്ഞുകൊണ്ടും ആരെയും എന്തും പറയാം എന്നുള്ള ഒരു വെല്ലുവിളി ടോട്ടൽ ഇൻഡസ്ട്രി, ഞങ്ങൾ പണം മുടക്കുന്ന ആൾക്കാരുടെ സംഘടനയാണ് കേരള ഫിലിം ചേംബർ. തിയേറ്റർ ഉടമകൾ, പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അപ്പോൾ അവരെ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ചോദ്യം ചെയ്യട്ടെ. അല്ലാതെ ഇതൊരു ശരിയായ നടപടിയായിട്ട് പൊതുവെ ആർക്കും തന്നെ തോന്നുന്നില്ല. അതുകൊണ്ടാണ് കാരണം കാണിക്കൽ നോട്ടീസ്. ഒന്നും ക്ലിയർ ചെയ്യേണ്ട കാര്യമില്ല. ചേംബറിന് ബോധ്യമായ ഒരു കാര്യം ഞങ്ങൾ എന്തിനാ പിന്നെ ക്ലിയർ ചെയ്യണത്? ഈ സമൂഹത്തിൽ ക്ലിയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ചേംബറിന്റെ കമ്മിറ്റിക്ക് ബോധ്യമായ കാര്യം ഞങ്ങൾ ഡിക്ലെയർ ചെയ്തു. പിന്നെ അതിന് ഞങ്ങൾ വിശദീയമായിട്ട് അതാണ് ഇതാണെന്ന് ഇവിടെ വിളമ്പേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടിട്ട് ആൻസർ ഇല്ലില്ല, അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് ബോധ്യമായ ഒരു കാര്യത്തിൽ ഞങ്ങളെന്തിനെ മറ്റുള്ളവരെ മതിയാക്കണം? ഞങ്ങളുടെ പ്രസിഡന്റും സെക്രട്ടറിക്കും മറ്റുള്ള അഫിലിയേറ്റ്സിനും ഒക്കെ ബോധ്യമായ ഒരു കാര്യം ആ കുറിപ്പ് എല്ലാവരും കണ്ടതാണല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള വിശദീകരണം അദ്ദേഹത്തിനോട് പോയി ചോദിക്കും? അതല്ലേ ശരി. എന്റെ പൊന്നോ, പണ്ടും പെപ്കാർക്കും അല്ല സമരം ചെയ്തേക്കുന്നത്. ഇവിടെ സമരം ചെയ്തേക്കുന്നത് പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എക്സിബിറ്റേഴ്സ്. കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് ചരിത്രം പഠിച്ചാലേ അറിയാം എങ്ങനെയൊക്കെയാണ് ഇവിടെ സമരം നടന്നേക്കണേന്ന്. ഞങ്ങൾക്ക് വെബ്കയും വേണ്ട, അമ്മയും വേണ്ട, ആരും വേണ്ട സമരത്തിന്. ഇവിടെ കളിക്കാൻ തിയേറ്റർ ഇല്ല, പ്രൊഡക്ഷന്റെ ആളില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരിട്ട് ഷൂട്ട് ചെയ്യും, ആരിട്ട് നടത്തും. അങ്ങനെ ചെയ്യുന്ന പടങ്ങളെ പറ്റി നമുക്ക് വിലയിരുത്താം. പിന്നെ ഇപ്പോഴല്ല അതിനെപ്പറ്റിയൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് മുമ്പോട്ട് പോകേണ്ടത്. ഞങ്ങൾക്ക് അതിനെ വെല്ലുവിളിക്കാനുള്ള സമയമില്ല. ഗവൺമെന്റിനോട് ആദ്യം വെല്ലുവിളിക്കട്ടെ, അതിനുശേഷം അതിന്റെ കാര്യങ്ങൾ വരട്ടെ, അതിനുശേഷം മറ്റുള്ള വിഷയങ്ങളുമായിട്ട് വന്നിട്ട് ഇന്റർമീഡിയറ്റ് സ്ട്രൈക്കിലേക്ക് പോകട്ടെ. ഗവൺമെന്റിന് ആദ്യം മെമ്മോറാണ്ടം കൊടുത്തതിന് ശേഷം പരിഹരിച്ചില്ലെങ്കിലാണ് സമരമായിട്ട് മുന്നോട്ട് സ്ട്രൈക്ക് എന്തായാലും ഉണ്ടാവും. സൂചനാ പണിമുടക്ക് എന്ന് പറയുന്ന ഒരു സാധനം അത് പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എക്സിബിറ്റേഴ്സ് അടക്കമുള്ള ആൾക്കാരെ പ്രൊഡക്ഷൻ അടക്കം നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു സ്തംഭനാവസ്ഥ ഒരു ദിവസത്തേക്കുള്ളത്. അത്രയേ ഉള്ളൂ.